ബി.ജെ.പി. സംസ്ഥാന പ്രസിഡന്റ് ശ്രീ രാജീവ് ചന്ദ്രശേഖർജി വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തത് കേരള സർക്കാരിന്റെ ഒരു ഔദാര്യത്തിലുമല്ല. അങ്ങനെ ചില ആളുകൾ യു.ഡി.എഫുകാരും ചില മാധ്യമങ്ങളും ഇവിടെ പ്രചരിപ്പിക്കുന്നുണ്ട്. പിണറായി വിജയൻ സർക്കാരിന്റെ ഒരു ഔദാര്യത്തിലുമല്ല മുൻ കേന്ദ്രമന്ത്രിയായിട്ടുള്ള ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തത്. അദ്ദേഹത്തെ കേന്ദ്ര സർക്കാരാണ് ഉദ്ഘാടന ചടങ്ങിൽ നിശ്ചയിച്ചത്. ഇവിടെ ഏത് ബി.ജെ.പി. പ്രസിഡന്റ് വന്നാലും പരിഹസിച്ചും കളിയാക്കുകയും അവരെ വായടപ്പിക്കുക എന്നുള്ള ഒരു തന്ത്രമാണ് കുറച്ചു കാലമായിട്ട് കേരളത്തിൽ നടക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എസ്.പി.ജിയുടെ പ്രോട്ടോകോൾ അനുസരിച്ച് പ്രധാനമന്ത്രി വരുന്നതിന് ഏതാണ്ട് ഒരു മണിക്കൂർ മുമ്പ് സദസ്സിലും വേദിയിലുമുള്ള എല്ലാ അതിഥികളും എത്തേണ്ടതാണ്. ഇത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അത്രമാത്രമേ ശ്രീ രാജീവ് ചന്ദ്രശേഖർജി ചെയ്തിട്ടുള്ളൂ. രാജീവ് ചന്ദ്രശേഖർജി വന്നിരുന്ന് കുറച്ചു കഴിഞ്ഞപ്പോൾ അവിടെ ജോൺ ബ്രിട്ടാസ് വന്ന് 3/4 മണിക്കൂർ ഇരുന്നിട്ടുണ്ട്. നിങ്ങൾ ആരും അവരെ ട്രോൾ ചെയ്തിട്ടില്ലല്ലോ. അവിടെ വിൻസെന്റ് എം.എൽ.എ. വന്നിരിക്കുന്നത് ഞാൻ കണ്ടു. റഹീമും മേയറും 40 മിനിറ്റ് സ്റ്റേജിലിരുന്നു. അവർക്കൊന്നും നിങ്ങൾ പരാതിയില്ല. ആ പരിപാടി ഇവിടെ നടക്കില്ല. ബി.ജെ.പിക്ക് ഏത് അധ്യക്ഷൻ വന്നാലും അവരെ ആക്ഷേപിച്ചും കളിയാക്കിയും പരിഹസിച്ചും വായടപ്പിക്കാമെന്നുള്ള ഒരു തന്ത്രമാണ് കുറച്ചു കാലമായിട്ട് ഇവിടെ നടക്കുന്നത്. അത്തരം നീക്കങ്ങളെ ഞങ്ങൾ ഫലപ്രദമായി നേരിടും. അത്തരം ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള സംസ്കാരത്തിന് നിരക്കാത്ത പ്രവൃത്തി ഏത് രാഷ്ട്രീയ പാർട്ടി ചെയ്താലും ഏത് മാധ്യമങ്ങൾ ചെയ്താലും അതിനെ നേരിടാനുള്ള ശേഷി കേരളത്തിലെ ബി.ജെ.പിക്കുണ്ട്. അത്തരം തറവേലകൾ കാണിക്കരുത് എന്നാണ് മിതമായ ഭാഷയിൽ പറയാനുള്ളത്. സർക്കാർ പരിപാടിയുടെ വേദിയിൽ മുദ്രാവാക്യം വിളിച്ച ശരിയാണെന്ന് പറയുന്നത്. മുദ്രാവാക്യം ആരും വിളിച്ചിട്ടില്ല സർ. ഭാരത് മാതാ കി ജയ് പ്രധാനമന്ത്രി വിളിക്കുന്നതാണ്. പിണറായി വിജയൻ ഒഴിച്ച് ബാക്കി എല്ലാവരും ഈ നാട്ടിൽ ഭാരത് മാതാ കി ജയ് വിളിക്കും. നിങ്ങൾ എന്ത് അസംബന്ധമാണ് പറയുന്നത്? CPM-ന്റെ തെരഞ്ഞെടുപ്പ് മുദ്രാവാക്യം ഇല്ലേ? വാസവം വായിച്ചല്ലോ. നിങ്ങൾ എവിടെയായിരുന്നു? LDF വന്നാൽ എല്ലാം ശരിയാവും. അത് അവരുടെ തെരഞ്ഞെടുപ്പ് മുദ്രാവാക്യമാണ്. ആ മുദ്രാവാക്യം അവിടെ മുഴക്കാൻ പൊതുവേദിയിൽ പൊതുപ്രസംഗത്തിൽ മുഴക്കിയിരിക്കുന്നു. നിങ്ങൾക്ക് പരാതിയില്ലല്ലോ. സർക്കാർ ചടങ്ങിൽ ആരെങ്കിലും തെരഞ്ഞെടുപ്പ് മുദ്രാവാക്യം പറയുമോ? അപ്പൊ ഇതൊക്കെ ഒരു വശത്ത് മാത്രമാണ്. ഇവിടെ കെ സുധാകരൻ എന്തെല്ലാം വിഡ്ഢിത്തങ്ങൾ പറയുന്നു. നിങ്ങൾ ആരെങ്കിലും അയാളെ ട്രോളാറുണ്ടോ? MV ഗോവിന്ദൻ പറയുന്ന വിഡ്ഢിത്തത്തിന് കൈയും കണക്കുമില്ല. നിങ്ങൾ ആരെങ്കിലും അവരെ ട്രോളാറുണ്ടോ? നിങ്ങൾ എന്തുകൊണ്ടാണ് ബി.ജെ.പിയെ മാത്രം ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുന്നത്? എല്ലാവർക്കും അറിയാം കേരളത്തിൽ ബി.ജെ.പി ശക്തമായിട്ട് മുന്നോട്ട് വരുന്നു. അപ്പോ കുറച്ച് കളിയാക്കിയാൽ പ്രവർത്തകർ ഉദ്ദേശിക്കുന്നത് നടപ്പില്ല മക്കളെ. മന്ത്രിക്ക് എന്താണെന്ന് അതിൽ പറയാനുള്ളത്? മന്ത്രിക്ക് എന്താണ് അവിടെ റോളുള്ളത്? പൊതുമരാമത്ത് ടൂറിസം മന്ത്രി എങ്ങനെയാ വേദിയിലിരിക്കുക? ഇതിനകത്ത് നമ്മൾ കാണാതെ സംസാരിക്കരുത്. കേന്ദ്ര ഗവൺമെന്റ് നിശ്ചയിച്ച അതിഥികൾക്ക് പുറമെ സംസ്ഥാന ഗവൺമെന്റ് പ്രോട്ടോകോൾ അനുസരിച്ച് അവർക്കും ആളെ നിശ്ചയിക്കാം. അവർ നിശ്ചയിച്ചത് തുറമുഖ വകുപ്പിന്റെയും ഫിഷറീസ് വകുപ്പിന്റെയും മന്ത്രിയെയാണ്. അതാണ് മര്യാദ. ഇത് നമ്മുടെ നാട്ടിൽ എല്ലാ പൊതു പരിപാടികളിലും ഉള്ളതാണ്. പിന്നെ മരുമകനായതുകൊണ്ട് അയാളെ വേദിയിലിരുത്താൻ പറ്റുമോ? ഞാൻ പറയട്ടെ, നിങ്ങൾ ആദ്യം അവിടെ നിൽക്ക്. മരുമകനും കൊച്ചുമകനും മക്കളും ഒക്കെ ചേർന്നിട്ട് മുഖ്യമന്ത്രി പല ഔദ്യോഗിക പരിപാടികളിലും പങ്കെടുക്കുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു അവലോകന യോഗം കണ്ടു. അതിനകത്ത് മക്കളും കൊച്ചുമക്കളും ഇരിക്കും. നിങ്ങൾക്ക് ഒരു ട്രോളും ഇല്ലല്ലോ. നിങ്ങൾ ആരെങ്കിലും അതിനെ പറ്റിയിട്ട് സംസാരിച്ചിട്ടുണ്ടോ? മുഖ്യമന്ത്രിയുടെ മരുമകനായതുകൊണ്ട് വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ റിയാസിന് പങ്കെടുക്കാൻ പറ്റുമോ? എങ്ങനെ പങ്കെടുക്കുന്നത്? അയാൾ ആത്മരോഷം പ്രകടിപ്പിക്കേണ്ടത് മോദിയോടും ബി.ജെ.പിയോടും അല്ല, രാജീവ് ചന്ദ്രശേഖരനോടും അല്ല, അമ്മായിയപ്പനോടാണ്. അയാളെ മന്ത്രി കസേരയിൽ ഇരുത്താൻ അയാൾ പറഞ്ഞ വാചകം എന്താണ്? ഞങ്ങൾ താഴെ ഇരിക്കുന്നു. ഏതെങ്കിലും ഒരു ആൾ പറയുമോ ഞങ്ങൾ സദസ്സിലിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അയാൾക്ക് അവിടെ ഇരിക്കണമെന്നല്ല ആഗ്രഹം? വേദിയിൽ നടപ്പുള്ള കാര്യമാണോ? ഞാൻ പറയട്ടെ, അതിന് ആദ്യം VD സതീശനെ പോലെ തലയിൽ ആൾ താമസമില്ലാത്ത ഒരാൾ പ്രതിപക്ഷ നേതാവായിട്ടിരിക്കുന്നതുകൊണ്ടാണ്. നോക്കൂ, ഇത് കേരളത്തിന്റെ അഭിമാനകരമായിട്ടുള്ള ഒരു പ്രോജക്റ്റാണ്. കേരളത്തിന്റെ വികസനത്തിനും രാജ്യത്തിന്റെ വികസനത്തിനും ഏറ്റവും നല്ലൊരു പ്രോജക്റ്റാണ്. മലയാളികളുടെ ആകെ അഭിമാനമാണ്. ആ ചടങ്ങ് ബഹിഷ്കരിക്കുക എന്ന് പറഞ്ഞാൽ എന്തുമാത്രം മണ്ടന്മാരാണ് UDF-ന്റെ നേതാക്കന്മാർ. അവർക്ക് വന്ന് പറയാനുള്ള കാര്യങ്ങൾ, പ്രതിപക്ഷ നേതാവിന് വന്ന് പറയാനുള്ള കാര്യങ്ങൾ പറയണ്ടേ? ഉമ്മൻചാണ്ടിയുടെ ഈ കാര്യത്തിലുള്ള പങ്കിനെ സംബന്ധിച്ച് ഞങ്ങൾക്കാർക്കും അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷേ ഇന്നലത്തെ വിഴിഞ്ഞം തുറമുഖ പദ്ധതി ഉദ്ഘാടനത്തിന്റെ ചടങ്ങിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള UDF-ന്റെ തീരുമാനം ആത്മഹത്യാപരമായ തീരുമാനമാണ്. ഞാൻ പറയുന്നതല്ല, ജനം പറയുന്നതാണ്. ആത്മഹത്യാപരമായ തീരുമാനമാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, തലയിൽ ആള് താമസമില്ലാത്ത പ്രതിപക്ഷമാണ് കേരളത്തിലുള്ളത്. UDF
കേരളത്തിലെ ജനങ്ങൾ സന്തോഷിക്കുന്ന ഒരു കാര്യത്തിലും ഒപ്പമില്ല എന്നുള്ളതിന്റെ തെളിവല്ലേ ഇത്? ഇത്രയും അഭിമാനകരമായിട്ടുള്ള ഒരു പ്രോജക്റ്റ്, രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ജനങ്ങൾക്ക് തുറന്നു കൊടുക്കുന്ന ഒരു പ്രോജക്റ്റിൽ ആ ഉദ്ഘാടന ചടങ്ങിൽ UDF എന്തിനാണ് ബഹിഷ്കരിച്ചത്? ഉമ്മൻചാണ്ടിയുടെ മുത്താണ് എങ്കിൽ അവർ വന്നിട്ട് പറയണ്ടേ? UDF ബഹിഷ്കരിച്ചത് ആനമണ്ടത്തരമായി പോയി എന്നാണ് പല കോൺഗ്രസ് നേതാക്കളും സ്വകാര്യ സംഭാഷണത്തിൽ. അവിടെ ഇത് ഇന്ത്യക്ക് വേണ്ടി ഒരു പ്രധാനമായ ഒരു പ്രോജക്റ്റ് ഇന്ന് ഉദ്ഘാടനം ചെയ്യുമ്പോൾ പ്രവർത്തകർ ഭാരത് മാതാ കി ജയ് എന്ന് പറയുമ്പോൾ ഞാനും ഭാരത് മാതാ കി ജയ് പറയുന്നു. ഇതെല്ലാം കാണുമ്പോൾ കമ്മ്യൂണിസ്റ്റ് രാജവംശത്തിന്റെ മരുമകനിൽ വല്ലാത്തൊരു സങ്കടം. ആ സങ്കടം എന്താണ് കാരണം? ഞാനൊരു ഡോക്ടറല്ല, സൈക്കോളജിസ്റ്റ് അല്ല. അപ്പോ ആ സങ്കടത്തിന്റെ എന്താണ് മരുന്ന്? അദ്ദേഹം ഒരു ഡോക്ടറെ പോയി കാണട്ടെ. ഞങ്ങള് ഈ BJP ചെയ്യുന്ന കാര്യങ്ങൾ, പ്രവർത്തിക്കുന്ന പണിയും ഞങ്ങളുടെ ടാസ്ക് ഞങ്ങൾ ചെയ്തേ ഇരിക്കും. അതില് ഇന്ന് ഇങ്ങനത്തെ ഒരു സങ്കടം കാണുന്നുണ്ടെങ്കിൽ ഇനിയിപ്പോ വരുന്ന കാലത്ത് എത്രയോ സങ്കടം കാണല്ലോ. അപ്പോ എനിക്ക് അതേ പറയാനുള്ളൂ. അതിനെക്കുറിച്ച് മീഡിയ ഇന്ന് രാവിലെയും ഇന്നലെ എന്നോട് ചോദിച്ചു, ഇയാൾ ഇങ്ങനെ പറഞ്ഞു, മറ്റേത് പറഞ്ഞു, നിങ്ങളെ ട്രോൾ ചെയ്യുന്നു. അല്ല, ഇന്നലെ നരേന്ദ്രമോദിജി പറഞ്ഞല്ലോ, വേദിയിൽ നിന്ന് പറഞ്ഞു, പ്രസംഗത്തിൽ പറഞ്ഞു, ഇവിടെ ഉറക്കം ഇനി ഉണ്ടാവില്ല എന്ന് നരേന്ദ്രമോദിജി പറഞ്ഞു. അത് ശരിയാണ്. ഇന്നലെ രാത്രി മുഴുവൻ CPM-കാര് ട്രോളിങ്, ട്വീറ്റും ഫേസ്ബുക്കിലും എന്റെ എതിരെ. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, എന്നെ എത്ര വേണമെച്ചാൽ ട്രോൾ ചെയ്തോളൂ, എന്ത് വേണമെങ്കിലും തെറി പറഞ്ഞോളൂ. ഈ ട്രെയിൻ BJP NDA ട്രെയിൻ വിട്ടു. ഇനി പോകുന്നത് വികസിത കേരളമാണ് ഞങ്ങളുടെ ലക്ഷ്യം. അവിടെ എത്തുന്നവരെ ഈ ട്രെയിൻ നിൽക്കില്ല. അതിൽ ലെഫ്റ്റിന് കയറണമെങ്കിൽ ലെഫ്റ്റിന്റെ വോട്ടേഴ്സിന് കയറണമെങ്കിൽ കയറുക, മരുമകന് കയറണമെങ്കിൽ കയറുക. വികസിത കേരളമാണ് ലക്ഷ്യം. അത് ഞങ്ങൾ എത്തിയിട്ടേ എത്തിയുള്ളൂ.